അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ്. ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ്. ബാധിച്ചാലും അതിനൊരു സമയമാണ്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. That is a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. Okay. എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്, ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾ കാണിച്ചത്. അപ്പോ ഒരു ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിയമ പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് ഇതുപോലുള്ള രംഗങ്ങളായിരിക്കും. സിനിമയിലുള്ള രംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കോർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള രംഗങ്ങൾ. പക്ഷെ അത് ഇത്ര ഹോട്ടായിരിക്കില്ല. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഹോട്ടായിരിക്കില്ല. നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും. അപ്പൊ ഇന്ന് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. മുമ്പൊക്കെ നമ്മളൊരു അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു മേഖലയാണ് ഈ ലീഗൽ സ്റ്റഡീസ്. കൺവെൻഷനലായിട്ട് നമ്മൾ SLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഈ ഒരു വിഷയം കയറി വന്നാൽ നമ്മൾ ഉടനെ അത് മാറ്റി വെക്കുകയാണ് സാധാരണ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അതിന് പ്രേരിപ്പിക്കാറില്ല. കാരണം അതിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലതും അർദ്ധസത്യങ്ങളായ, അസത്യങ്ങളായ, അന്ധവിശ്വാസങ്ങളായ പല കൺസെപ്റ്റുകളുമാണ് നിയമ പഠനത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഒരുപാട് മാറി. ഇന്ന് ഏത് സിവിലിയൻസിന്റെ ഇടക്കായാലും, എത്ര സിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലും ഈ ഒരു പ്രൊഫഷൻ വളരെ അത്യന്താപേക്ഷിതമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എങ്ങും അനീതിയും അക്രമവും വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ അതില് ഒരുപാട് ഈ മേഖലയിലുള്ളവർക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇന്നത്തെ തലമുറ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് കൂടുതൽ കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ മുമ്പത്തെ മാതിരിയല്ല, ഇപ്പൊ തന്നെ ഒരുപാട്, കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരുപാട് ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോ സ്കൂൾസ്, കോളേജസ് നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് വന്നു. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ, റീസെന്റ് ഫ്യൂച്ചറിൽ തന്നെ ഒരുപാടെണ്ണം ഇനിയും വരാൻ ഇരിക്കുകയാണ്. രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1500-ലേറെ നിയമ പഠന സ്ഥാപനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 100 കണക്കിന് കോഴ്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഈ ഒരു റെഗുലർ സ്റ്റഡി എന്നതിനപ്പുറം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലുള്ള പല കൊള്ളരുതായ്മകൾക്കെതിരെയും ശബ്ദിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഇന്നത്തെ സിറ്റിസൺസിന് ഉണ്ട്. മുമ്പത്തെ മാതിരിയല്ല. അതില് എങ്ങനെയെങ്കിലും ഇരകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും, അതുപോലെ ഇവിടെ ഒരു നല്ല ഒരു നിയമം നടപ്പിലായി കാണാനുമുള്ള ആഗ്രഹം എല്ലാവർക്കും ഇന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. മാത്രമല്ല നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് നിയമ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്.
അപ്പൊ അതിനൊക്കെയും തന്നെ നമുക്കൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു ബേസിക് നോളജ്, അതേക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ തന്നെ എല്ലാവരും ഈ മേഖലയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജയിലുകളിൽ, ഇന്ന് രാജ്യത്ത് ജയിലുകളിൽ ഏതാണ്ട് 76% ആളുകൾ അണ്ടർ ട്രയലായിട്ട് കഴിയാണ്. അതായത് വിചാരണ തടവുകാരായിട്ട് ട്രയൽ നടക്കാതെ 76% ആളുകൾ, ഇത് കുറച്ച് മുമ്പുള്ള കണക്കാണ്, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് സംബന്ധമായ വാർത്തകൾ നിരവധി നമ്മുടെ മീഡിയകളിലൊക്കെ നമുക്ക് എപ്പോഴും കാണാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഒരു സിവിൽ സൊസൈറ്റി, ഇപ്പോഴത്തെ ഒരു സമൂഹം, നമ്മളൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് പല കാരണങ്ങളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാവരും നിയമം അറിയാനും അത് നേരിട്ട് നമുക്ക് അനുഭവവേദ്യമാക്കാനുമുള്ള ഒരു ഉത്സാഹം നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു സിവിൽ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കമ്പാരിറ്റീവ്ലി. അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും, കൂടാതെ നാട്ടിൽ നടമാടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പൗരാവകാശ ലംഘനങ്ങൾ, പിന്നെ അതുപോലെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ, വനിതാ ശിശു സംരക്ഷണം, പൊതു താല്പര്യ വിഷയങ്ങളിൽ ഇടപെടാൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സൈബർ ക്രൈം, IT ഒരുപാട് വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ പിന്നെ ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ അതുവഴി തന്നെ ഒരുപാട് സൈബർ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെയും അതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് പിന്നെ നമ്മളൊക്കെ പൊതുസമൂഹവും ഈ നിയമം പഠിക്കാനും അത് അറിയാനും ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം നിയമ പഠനത്തിന് അപ്പർ ഏജ് ലിമിറ്റ് വെച്ചിട്ടില്ല. പല സ്ഥാപനങ്ങളും പ്രായപരിധി ഇല്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത്. നിയമം അറിയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമുക്കറിയാം, ഇപ്പോ നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഒരു ഡ്രൈവിംഗ്, ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് പോയാൽ അവിടെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പൊ പോലീസ് പിടിച്ചിട്ട് എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല. നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ ഇതാണ്. നമ്മൾ നിയമം അറിഞ്ഞിരിക്കുക, ഓരോ പൗരനും നിയമം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു മൗലികമായ ഒരു അടിസ്ഥാന തത്വമാണ്, നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അതുപോലെ നിയമം എന്ന് പറയുന്നത് വക്കീൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാ സിറ്റിസൺസിനും അത് എത്തിക്കേണ്ടതുണ്ട്, എല്ലാ സിറ്റിസണും അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും നിയമം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കാണുന്ന ആ സനത് വാങ്ങിക്കുന്ന ആളെ ഒരുപക്ഷെ ഇതിൽ പലർക്കും അറിയാവുന്നവരായിരുന്നു. എൻ്റെ ഒരു ഗുരുസ്ഥാനിയൻ കൂടിയാണ്, അബ്ദുള്ള മാഷ് എന്ന് പറയും. സാറ് ഇതിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഉണ്ടോ എന്നറിയില്ല. അബ്ദുള്ള മാഷ് യഥാർത്ഥത്തിൽ അവരുടെ പ്രൊഫഷൻ ഒരു ടീച്ചറാണ്. വടകരയിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതിനു ശേഷം LLB പരീക്ഷ എൻട്രൻസ് എഴുതി 92ാമത്തെ റാങ്ക്, സംസ്ഥാനത്ത് 92ാമത്തെ റാങ്ക് വാങ്ങിയിട്ട് കോഴിക്കോട് ലോ കോളേജിൽ LLB പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹം സനത് വാങ്ങുന്ന ചിത്രമാണിത്. അപ്പോ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് നിയമ മേഖലയിൽ പ്രവേശിക്കാനും നിയമം പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ഈ നിയമം പഠിക്കാൻ അല്ലെങ്കിൽ ഈ നിയമ ബിരുദം നേടുന്നതിന്
നമുക്ക് എന്തൊക്കെ എല്ലാവർക്കും പോകാൻ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു ധാരണ, പല തെറ്റിദ്ധാരണകളുണ്ട്. നമ്മളൊക്കെ സാധാരണ ആരെങ്കിലും കണ്ടാൽ, ഒരു കുറച്ച് ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട പറയും, നീ പിന്നെ കുട്ടികളാണെങ്കിൽ നീ വലുതായിട്ട് നിയമം പഠിക്കാൻ പോയിക്കോ, എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഭാഗം മാത്രമാണ്. കുറെ വർത്തമാനം പറയും, കുറെ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ കുട്ടി നിയമമേഖലയിൽ ഷൈൻ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ ആ ഷൈൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് പിന്നെ മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നതിന് അതൊരു ഘടകം കൂടിയായിരിക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് സ്കിൽസ് കൂടെ പിന്നെ ഉണ്ടാവേണ്ടതുണ്ട്. കുറെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇന്റലക്ച്വൽ സ്കിൽസ് നമുക്ക് വേണ്ട, ഈ ഒരു പ്രൊഫഷന് വേണ്ട കോറായിട്ടുള്ള ഇന്റലക്ച്വൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് അനലിറ്റിക്കൽ തിങ്കിങ്. അതായത് ഇഷ്യൂസ് ഒക്കെ, പിന്നെ ഈ ഒരു വക്കീലിന്റെ മുമ്പിൽ വരുന്ന ഇഷ്യൂസ്, കോംപ്ലക്സ് ഇഷ്യൂസ്, അതിനെ അനലൈസ് ചെയ്യാനും പിന്നെ എന്നിട്ടൊരു തീരുമാനത്തിൽ എത്താനൊക്കെ ഉള്ള ഒരു കഴിവ്. അതുപോലെ ക്രിട്ടിക്കൽ റീസണിങ്, റിസർച്ച് സ്കിൽസ്. ഏതൊരു വിഷയവും അത് ഗവേഷണ ത്വരയോടുകൂടി അതിനെ സമീപിച്ചാൽ മാത്രമേ ഒരു വക്കീലിന് വിജയിക്കാൻ കഴിയൂ. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ്. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് പല ടൈപ്പ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറെ സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഘടകമാണ്. അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും ഈ മേഖലയിൽ. ഇപ്പൊ കോടതിയിലായാലും ഇനി കോടതിക്ക് പുറത്തായാലും കുറെ ഡ്രാഫ്റ്റുകൾ ഉണ്ടാവും, ഡ്രാഫ്റ്റുകൾ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു നല്ലൊരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ സ്പീക്കിംഗ്, കോടതികളിൽ ജഡ്ജിനെ കൺവിൻസ് ചെയ്യാൻ അതിന് പറ്റുന്ന രീതിയിൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ഇന്റർപേഴ്സണൽ ഇമോഷണൽ സ്കിൽസ്, എമ്പത്തറ്റിക് ആയിരിക്കണം. ടീം വർക്ക്, അതായത് കൊളീഗ്സ് ഒക്കെ ആയിട്ട് ഒരു ടീം വർക്കിന്, പിന്നെ പല കേസുകളിലും അതിന്റെ ആവശ്യമുണ്ട്. ഇത് ഞാൻ മാത്രം ആയിക്കോളും, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവതാളത്തിലാവും. അപ്പൊ അത് നമ്മളെ കൊളീഗ്സിനോടും അതുപോലെ എക്സ്പേർട്സിനോടൊക്കെ ചർച്ച ചെയ്യാനും പിന്നെ തീരുമാനിക്കാനുള്ള ഒരു ടീം വർക്കിനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു സ്കില്ല് ഈ രംഗത്തുള്ളവർക്ക് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, പിന്നെ മീഡിയേറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഫൈൻഡിങ് കോമൺ ഗ്രൗണ്ട്. അത് പിന്നെ ഡിസ്പ്യൂട്ട്സ് പിന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പിന്നെ സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ഈ രംഗത്തുള്ളവർക്ക് സാധാരണ പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇതിനെ അകറ്റി നിർത്തിയതിനൊരു കാരണം എന്ന് പറയുന്നത്, ഇതിന് വലിയ സ്കോപ്പില്ല. വക്കീൽ പണി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ LLB കഴിഞ്ഞിട്ട് കഴിഞ്ഞവരൊക്കെ എന്താ ഇപ്പോ ചെയ്യുന്നത്, കോടതികളിൽ കേസില്ല, അല്ലെങ്കിൽ കേൾക്കാവോ? ഹലോ, കേൾക്കാം. വീഡിയോ കാണാവോ? വീഡിയോ കാണുന്നില്ല. പ്രസന്റേഷൻ ഇപ്പൊ കാണാവോ? ഓക്കെ. അപ്പൊ ആ ഒരു സ്കോപ്പ്, ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നുള്ള ഒരു കാരണമാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ബണ്ടിൽ ഓഫ് സ്കോപ്സ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ മേഖലയിൽ പഠിച്ചിറങ്ങിയാലുള്ളത്. അത് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ മനസ്സിലെത്തുന്നത് ഈ ഗൗൺ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് പലരും ഇതിൽ നിന്ന് പിറകോട്ട് പോകുന്നത്. ഈവൻ LLB കഴിഞ്ഞവർ പോലും ഇതിലേക്ക് പ്രവേശിക്കാതെ മറ്റ് മേഖലകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം
നമുക്ക് അവിടെ ഷൈൻ ചെയ്യാനുള്ള നേരത്തെ പറഞ്ഞ സ്കിൽസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എത്തിപ്പെടാവുന്ന ഒരുപാട് മേഖലകൾ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല മേഖലകളിലും നമുക്ക് പ്രവേശിക്കാൻ പറ്റും ലോ ഗ്രാജുവേഷന്. അതിൽ കാര്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസിങ് ലോയറാണ്. നമ്മുടെ രാജ്യത്തെ കോടതികളിൽ LLB കഴിഞ്ഞാൽ രാജ്യത്തെ ഏത് കോടതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അതിന് എൻറോൾ ചെയ്യണം, പിന്നെ ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തെ ഏത് കോടതിയിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗവൺമെന്റ് ഫീൽഡിൽ ഒരുപാട് ഒഴിവുകളുണ്ട്, ഒരുപാട് ചാൻസുകളുണ്ട്, പ്ലീഡേഴ്സ് ആയിട്ട്, പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ. പിന്നെ മറ്റൊന്ന് ജുഡീഷ്യൽ സർവീസ് ആണ്, ജഡ്ജ്, ജസ്റ്റിസ് ഒക്കെ ആവുന്ന ആ ഒരു ഫീൽഡ്. പിന്നെ ആംഡ് ഫോഴ്സസ്, പ്രൈവറ്റ് കമ്പനികളിൽ, ഇതിലൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി അക്കാഡമിക് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ കോളേജുകളിൽ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജുകളിൽ വർക്ക് ചെയ്യാം, എൻട്രി കാഡറിൽ കയറാം, എന്നിട്ട് ലോ കോളേജുകളിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിൽ, എല്ലാ ബാങ്കുകളിലും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ലോയറുടേത്. കാരണം ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമപ്രശ്നങ്ങളും നിയമ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എല്ലാ ബാങ്കിനും ഇതുപോലുള്ള അഡ്വക്കേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇന്ന് അത്യാവശ്യമാണ്. പിന്നെ പോലീസ് ഓഫീസറുടെ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലോ വരുന്നില്ലെങ്കിലും ലോ പഠിച്ചവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് പീരീഡിൽ ഇത് കാര്യമായിട്ടൊരു പേപ്പറായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ലോ. പക്ഷെ അത് എലിജിബിലിറ്റി ലോ LLB ഒന്നും പറയുന്നില്ലെങ്കിലും അവർക്ക് ഒരു സപ്ലിമെന്റ് ആണ്. അതുപോലെ ടാക്സ് കൺസൾട്ടൻസ്, ജേർണലിസം ഫീൽഡൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല പിന്നെ ഇപ്പോൾ മീഡിയ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽസ് ഉണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മുഖ്യധാരാ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും ഇത് സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും നിയമവുമായി ബന്ധപ്പെട്ട്. അതുപോലെ റിപ്പോർട്ടിംഗ്, കോടതി റിപ്പോർട്ടിങ്ങിന് അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്ന, അതിനെ വിശകലനം ചെയ്യുന്ന ജേർണൽസ് ഒക്കെ അഡ്വക്കേറ്റ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ പാരാലീഗൽസ്, ലോ ലൈബ്രറിയൻ, ജഡ്ജ് അഡ്വക്കേറ്റ് ഇൻ ആംഡ് ഫോഴ്സ്, അത് ഞാൻ പിന്നീട് പറയാം. ആർബിട്രേറ്റർ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഒരുപാട് ഒഴിവുകളുണ്ട് പല ഫീൽഡിലും. പിന്നെ രാജ്യത്തെ കൺസ്യൂമർ ഫോറങ്ങൾ, CBI, NIA അന്വേഷണ ഏജൻസികളിൽ, റെയിൽവേ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, നോട്ടറി പബ്ലിക്, ഇൻഷുറൻസ് ഫീൽഡ്, പിന്നെ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനികൾ, കോർപ്പറേറ്റ് ഫീൽഡ്. ഏറ്റവും കൂടുതൽ ഇന്ന് പിന്നെ ലോ ഗ്രാജുവേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫീൽഡാണ്, കോർപ്പറേറ്റ് ഫീൽഡിലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും ആ ഒരു മേഖലയാണ്. കാരണം വളരെ ആകർഷകമായ സാലറി പാക്കേജുകളാണ് കോർപ്പറേറ്റ് ഫീൽഡ് ഇന്ന് ഓഫർ ചെയ്യുന്നത്. അതുപോലെ കമ്മിറ്റികൾ, ഗവൺമെന്റിലെ കമ്മീഷനുകൾ, പിന്നെ അതുപോലെ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, ലീഗൽ ഡ്രാഫ്റ്റിംഗ്, ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഇതിപ്പോ പുതുതായിട്ട് വന്ന ഒരു സാധനം. കാരണം പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ഈ ഡ്രാഫ്റ്റ് പിന്നെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, ലീഗൽ ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് എക്സ്പെൻസ് വളരെ ഗണ്യമായിട്ട് കുറയും. അപ്പൊ ഇതൊരു ഇപ്പോ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് LPO എന്ന് പറയുന്നത്. നമുക്ക് ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് പോസ്റ്റുകൾ, ഓപ്പർച്യൂണിറ്റീസ് ഈ ഫീൽഡിലുണ്ട്. അതിൽ കാര്യമായിട്ട് ഒന്നാമത് വരുന്നത് ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ലോവർ ജുഡീഷ്യൽ ഓഫീസർ, ലോവർ ജുഡീഷ്യൽ സർവീസ്, അതുപോലെ ഹയർ ജുഡീഷ്യൽ സർവീസ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2, PSC നടത്തുന്ന പരീക്ഷകളിലൂടെ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്ന പോസ്റ്റിലേക്കാണ്
പിന്നെ PSC പരീക്ഷ നടത്തി അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് പ്ലീഡേഴ്സ് ഈ എലിജിബിലിറ്റി ഒക്കെ വേണം, പക്ഷെ നിയമനം ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്, നേരിട്ടുള്ള നിയമനമാണ്. അത് മിക്കപ്പോഴും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും, രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവർക്കാണ് മിക്കവാറും അത് കിട്ടുക. പക്ഷെ എലിജിബിലിറ്റി ഒക്കെ പറയുന്നത് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, LLB ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ ലീഗൽ അസിസ്റ്റന്റ്, PSC നടത്തുന്ന മറ്റൊരു എക്സാമാണ് ലീഗൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള എക്സാം. അത് കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലാണ് ആ പോസ്റ്റ് ഉള്ളത്. ഇവർക്ക് പിന്നീട് പല പോസ്റ്റുകളിലേക്കും ഡെപ്യൂട്ടേഷനും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ ഗവൺമെന്റ് ബോഡികളിൽ ലീഗൽ അഡ്വൈസേഴ്സ് ആയിട്ട്, അതും നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ നിയമനങ്ങളാണ് കൂടുതലും ഉണ്ടാവുന്നത്. പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ലീഗൽ അസിസ്റ്റന്റുമാർ പലരും ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലേബർ ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ലേബർ ഓഫീസേഴ്സ് ഉണ്ട്. അത് PSC പോസ്റ്റിംഗ് ആണ്. അതിന് എലിജിബിലിറ്റി പറയുന്നത് ഒന്ന് ലോ ബിരുദമാണ്. മറ്റൊന്ന് കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസേഴ്സ്, അത് ലോ ബിരുദം നിർബന്ധമില്ലെങ്കിലും അവർക്ക് വെയിറ്റേജ് ഉണ്ട്. കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർമാരാവാൻ LLB ഉണ്ടെങ്കിൽ വെയിറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നമുക്കറിയാം, ഹാഗിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റികൾ പിന്നെ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അതിലൊക്കെ ചാൻസ് ഉണ്ട്. മറ്റൊന്നാണ് ജാഗ്, ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. ഇത് ആർമിയിലുള്ള ഒരു സംവിധാനമാണ്. ആർമിയിലെ കോർട്ട് ഉണ്ടല്ലോ, അത് ആർമിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ ഇഷ്യൂസും ഒക്കെ അവിടെ തന്നെയാണ് തീർക്കുക. അതിന് അവിടെ പ്രത്യേകം കോടതി സംവിധാനങ്ങളുണ്ട്. അതുപോലെ കൺസ്യൂമർ ഫോറങ്ങൾ, ട്രിബ്യൂണൽസ്, ഇന്ത്യൻ റെയിൽവേ, പാർലമെന്റ്, പിന്നെ അതുപോലെ സെബി, ബാങ്കുകൾ, SBI പോലുള്ള വലിയ ബാങ്കുകൾ, അത് നേരത്തെ പറഞ്ഞു, സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, RBI, ഇതിലൊക്കെ ഒരുപാട് ഒഴിവുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ മേഖലയിലുള്ള കോഴ്സുകൾ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും 2 സ്ട്രീമാണ് LLB പഠിക്കാനുള്ളത്. ഒന്ന് 3 ഇയർ LLB, രണ്ടാമത്തേത് 5 ഇയർ LLB. ഇങ്ങനെ 2 സ്ട്രീമിലായിട്ടാണ് രാജ്യത്ത് പിന്നെ നിയമപഠനം നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് 5 ഇയർ LLB. 5 ഇയർ LLB എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞ് നേരിട്ട് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് 5 ഇയർ LLB. 5 ഇയർ LLB എടുക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഡിഗ്രി കിട്ടും, BA, BSc, BCom എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിഗ്രി കിട്ടും. കൂടാതെ അതിന്റെ കൂടെ തന്നെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയും കിട്ടും. LLB എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രിയും കിട്ടും. അതാണ് 5 വർഷം LLB കൊണ്ടുള്ള നേട്ടം. പിന്നെ രണ്ടാമത്തത് 3 ഇയർ LLB ആണ്. അത് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോകാനുള്ള. അപ്പൊ അതിന് നമുക്കൊരു വർഷം ലാഭിക്കാം. 5 ഇയർ LLBക്ക് പോകുമ്പോൾ ഒരു വർഷം നമുക്ക് ലാഭിക്കാം. അപ്പൊ അതിൽ വരുന്ന സബ്ജക്റ്റുകൾ BA, BCom, BSc, BSW, BBA, BCA, പിന്നെ BSW പറഞ്ഞു, BTech LLB വരെ ഉണ്ട്. ഇപ്പോൾ BTech LLB പല സ്ഥാപനങ്ങളും നാഷണൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കോഴ്സുകളാണ് 5 ഇയർ LLBയിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ +2 പല സ്ഥാപനങ്ങളും 45% മാർക്സ് ആണ് പിന്നെ ഇതിന് എലിജിബിലിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തതാണ് 3 ഇയർ LLB. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ വെറൈറ്റി ഓഫ് സബ്ജക്റ്റുകളുണ്ടല്ലോ, ഇതിലിപ്പോ പലരുടെയും സംശയം ഇത് ഏതാണ് നല്ലത് എന്നല്ല. ഇപ്പൊ +2 പാസ്സായിട്ടുള്ള സയൻസ് സ്ട്രീമിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ടാവും, പിന്നെ അതുപോലെ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഓരോരുത്തർക്കും അതാത് ഫീൽഡ് തന്നെ വേണോ, അതാത് സബ്ജക്റ്റുകളിൽ നിന്ന് എടുക്കണോ, അല്ലെങ്കിൽ ഏതിനാണ് മാർക്കറ്റ് കൂടുതൽ, വാല്യൂ കൂടുതൽ എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ പറയാനുള്ളത്, അത് ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ പിന്നെ എന്താണ് എക്സ്പെക്ടേഷനൊക്കെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമുക്കൊരു ഏത് ഫീൽഡിലാണോ കൂടുതൽ പോകാൻ താല്പര്യം, അതായത് കൊമേഴ്സ് ഫീൽഡ്, അക്കൗണ്ടിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് താല്പര്യമെങ്കിൽ BCom LLB എടുക്കണം. ഇനി അതല്ല ആർട്സ് സബ്ജക്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ BA LLB എടുക്കാം. അത് ആർക്കും ഏതും പിന്നെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു BTech, ടെക്നോളജി പ്ലസ് ലോ എന്ന ഒരു കൺസെപ്റ്റിൽ ഇപ്പൊ പല യൂണിവേഴ്സിറ്റി, പല സ്ഥാപനങ്ങളും BTech LLB പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് വരുന്നുണ്ട്. പിന്നെ അതിൽ രണ്ടാമത്താണ് 3 ഇയർ LLB എന്ന് പറയുന്നത്. 3 ഇയർ LLB നമ്മൾ സാധാരണ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഇനി ഡിഗ്രി, ഏത് ഡിഗ്രി പൂർത്തിയാക്കിയാലും ഈ 3 ഇയർ LLB കോഴ്സ് ചെയ്യാവുന്നതാണ്. 55% മാർക്സ് ആണ് അതിൽ പിന്നെ എലിജിബിലിറ്റി പലതും ചോദിക്കുന്നത്. ഇനി ഇതിൽ ഏതാണ് 3 ഇയർ LLB ആണോ 5 ഇയർ LLB ആണോ നല്ലത് എന്ന ഒരു ഡിസ്കഷനാണ് പിന്നുള്ളത്. അതിൽ തന്നെ അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ചാർജ് തീർന്നു, കണക്ട് ചെയ്യാം. ഓക്കെ, ഈ 3 ഇയർ LLB വേണോ 5 ഇയർ LLB വേണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. അത് ഇപ്പോ ഒന്നാമത്തത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഒരാള് +2 പാസ്സായതാണ്, അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരാള് +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, രണ്ടും ചെയ്യാം. നേരിട്ട് 5 ഇയർ LLB ഇന്റഗ്രേറ്റഡ് LLBക്ക് പോവാം. ഇനി അതല്ല, ഒരു ഡിഗ്രി, നമുക്കൊരു വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്, ആ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ 3 ഇയർ LLB എടുക്കാം. അത് ഓരോരുത്തരുടെയും പിന്നെ ആഗ്രഹത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരാൾ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് 3 ഇയർ LLB ആണ്. പിന്നെ 5 ഇയർ LLBക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ ടൈം ആൻഡ് ഏജ്, ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ 3 ഇയർ LLB എടുക്കുമ്പോൾ +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ വീണ്ടും 3 ഇയർ ഡിഗ്രിക്ക് പോകണം. അപ്പോൾ ഡിഗ്രി പ്ലസ് LLB 3 + 3 6 ഇയേഴ്സ് വരും. നേരെ മറിച്ച് +2 കഴിഞ്ഞ് നേരിട്ട് പോകണമെങ്കിൽ 5 ഇയേഴ്സേ ആകെ വരും. അപ്പോൾ ഒരു വർഷം നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടത്, നമുക്ക് നേരത്തെ നമ്മൾ കരിയർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു ക്ലാരിറ്റി, ആ കരിയർ ഗോളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, +2 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് പോകാം, കുട്ടികളെ ഇതിലേക്ക് പറഞ്ഞേക്കാം. പക്ഷെ പിന്നീട് ഒരു ചേഞ്ച് സാധ്യത കുറവാണ്. ഇത്രയും 5 വർഷം പഠിച്ചിട്ട് പിന്നെ വേറൊരു ഫീൽഡിൽ പോകുന്നതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫീൽഡ് ഫിക്സ് ചെയ്യണം. നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കരിയർ ഗോൾ സെറ്റ് ചെയ്തവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഈ 5 ഇയർ LLB ആണ്. പിന്നെ അതുപോലെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വ്യത്യാസമുണ്ട്. കോസ്റ്റ് ഓഫ് കോഴ്സ്, അതായത് 5 ഇയർ LLB ആകുമ്പോൾ കുറെ 5 വർഷമുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള കോസ്റ്റ് ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ 3 ഇയർ LLBക്ക് അത്ര വരില്ല. അത് തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഗവൺമെന്റ് GLCകൾ, അതിലൊക്കെ പിന്നെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് പിന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പഠിക്കണമെങ്കിൽ, നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞ ഉടൻ തന്നെ 5 ഇയർ LLB സെലക്ട് ചെയ്യണം. അതുപോലെ അക്കാഡമിക് ഓറിയന്റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യുവൽ ഡിഗ്രിയാണ് ഇതിന് കിട്ടുന്നത്. നമുക്ക് +2 കഴിഞ്ഞ് 5 ഇയർ LLBക്ക് പോകുമ്പോൾ 2 ഡിഗ്രി കിട്ടും. ഒരു BA BSc BCom എന്ന് പറയുന്ന BBA എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി കിട്ടും. കൂടാതെ ഒരു ലോ ഗ്രാജുവേറ്റും ആവാം. മറ്റേതാകുമ്പോൾ പ്യുവർ ലീഗൽ എഡ്യൂക്കേഷൻ ആണ്. LLB എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രമേ, പ്രൊഫഷണൽ ഡിഗ്രി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സ്പെഷ്യലൈസേഷൻ ലീഗൽ സ്റ്റഡീസ്, ഇതിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ ആയിട്ട് വരുന്നത് PG തലത്തിലാണ്. പക്ഷെ ഇതൊക്കെ പിന്നെ ഡിഗ്രിക്കും കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ കാര്യമായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, രണ്ടാമത്തത് ക്രിമിനൽ ലോ, സിവിൽ ലോ, കോർപ്പറേറ്റ് ലോസ്, എൻവയോൺമെന്റ് ലോ, ഹ്യൂമൻ റൈറ്റ്സ് ലോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, ഫാമിലി ലോ, എൻവയോൺമെന്റ് ലോ, സൈബർ ലോ ആൻഡ് IT ലോ, ഇന്റർനാഷണൽ ലോ, ഏവിയേഷൻ ലോ, മറൈൻ ലോ, മാരിടൈം ലോ. അപ്പൊ ഇതുപോലെ ഒരുപാടുണ്ട്. ഇത് ഞാൻ ഓർമ്മയുള്ളത് മാത്രം, പിന്നെ എനിക്ക് കിട്ടിയത് മാത്രം ലിസ്റ്റ് ചെയ്താണ്. ഇപ്പൊ പുതിയ ഇതൊക്കെ സൈബർ ക്രൈം പറഞ്ഞു, അതുപോലെ നാർക്കോട്ടിക്സ് ലോ, പിന്നെ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഇനിയും ഇതിലുണ്ട്. ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഒരു ലോ ഗ്രാജുവേറ്റ് പോകുന്നത്. പിന്നെ ഇതിലൊക്കെ സ്പെഷ്യലൈസേഷൻ PG തലത്തിൽ വരുന്നുണ്ട്. PG തലത്തിലുള്ള കാര്യമായ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് കാര്യമായിട്ടുള്ളത് ഒന്ന് LLM ആണ്, മാസ്റ്റേഴ്സ് ഡിഗ്രി. മാസ്റ്റേഴ്സ് ഡിഗ്രി 2 സ്ട്രീമിൽ ലഭ്യമാണ്.
1 ഇയർ ഉണ്ട്, 2 ഇയേഴ്സ് ഉണ്ട്. രണ്ടിനും സെയിം പിന്നെ എന്താണ് ഒരേ വാല്യൂ ആണുള്ളത്. 1 ഇയർ ആയതുകൊണ്ട് കുറഞ്ഞു പോയി, പിന്നെ വാല്യൂ കുറവാണ് അങ്ങനെയൊന്നുമില്ല. പിന്നെ രണ്ടിനും ഒരേ വാല്യൂ ആണ്. പിന്നെ ചിലതിനൊക്കെ 2 ഇയർ വളരെ റയറായിട്ട് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഇയർ വെക്കുന്നുണ്ട്. പക്ഷെ വളരെ റയറായിട്ടുള്ള, ബാക്കി എല്ലാം ഉണ്ടായാൽ മതി. പിന്നെ മാത്രമല്ല ഇതിന് അക്കാഡമിക് ഫീൽഡിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ 2 ഇയർ LLB ആണ്, സോറി LLM ആണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ MPhil, PhD, LLD. LLD എന്ന് പറഞ്ഞാൽ PhD പോലെ ഒരു ഡോക്ടറേറ്റ്ഷിപ്പാണ്. അത് കുറച്ചും കൂടെ എന്താ പറയാ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പിന്നെ ഒരു പ്രോഗ്രാമാണ് LLD. PhDക്കാണ് കുറച്ചുകൂടെ ടഫാണ്. പിന്നെ കുറച്ചുകൂടെ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർഷിപ്പാണ്. പിന്നെ എങ്ങനെ ഈ കോഴ്സുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാം? അതിന് എല്ലാ സ്ഥാപനങ്ങളും എൻട്രൻസ് വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് കോമൺ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്, അതാത് സ്ഥാപനങ്ങൾ നടത്തുന്ന ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പിന്നെ ഡിപ്പെൻസ് ആണ്. അതിൽ കാര്യമായിട്ടുള്ളത് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. അതിപ്പോൾ വിളിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഞാൻ പറയാം. രാജ്യത്ത് നാഷണൽ യൂണിവേഴ്സിറ്റികളിലാണ് ഈ ക്ലാറ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ഇത് നടത്തുന്നത് ഇതിൻ്റെ ഒരു കൺസോർഷ്യമാണ്, നാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു കൺസോർഷ്യമാണ് ഈ ക്ലാറ്റ് എക്സാം നടത്തുന്നത്. 26ഓളം നാഷണൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇതിൽ പ്രവേശനം കിട്ടുന്നത്, ഇതിലൂടെ പ്രവേശനം ലഭിക്കുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 എനി സ്ട്രീം, ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള +2 അല്ലെങ്കിൽ ഇക്വാലന്റ് കോഴ്സ് കഴിഞ്ഞാൽ 45% മാർക്കോട് കൂടി +2 അല്ലെങ്കിൽ ഇക്വാലന്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ എൻട്രൻസ് പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും. SC ST OBCക്കൊക്കെ ഫിസിക്കൽ ചാലഞ്ചിന് 40% ആണ് വേണ്ടത്. നാഷണൽ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് 26ഓളം നാഷണൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇതിലൂടെ പ്രവേശനം ലഭിക്കുന്നത്. അതിൽ കേരളത്തിലുള്ള നുവാൽസ് കൊച്ചി, അതിൽ 11ാമത്തെ NIRF റാങ്കിൽ 11ാമത്താണ് നുവാൽസ് കൊച്ചി. നുവാൽസ് കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഈ എൻട്രൻസ് നടത്തുന്നത്. അതുപോലെ ഇത് കൂടാതെ ഈ 26 നാഷണൽ യൂണിവേഴ്സിറ്റികൾ കൂടാതെ പല പ്രൈവറ്റ് കോളേജുകളും ഈ ഒരു സ്കോർ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും അവരുടെ ചില സ്ഥാപനങ്ങൾ അവരുടേതായ എൻട്രൻസ് ഉണ്ട്, ചില സ്ഥാപനങ്ങൾ ഈ ക്ലാറ്റ് സ്കോർ അടിസ്ഥാനമാക്കി അഡ്മിഷൻ കൊടുക്കുന്നു. അതിന്റെ പരീക്ഷാ രീതി എന്ന് പറയുന്നത് 2 hours എക്സാം ആണ്. 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇപ്പം മാറിയതാണ് 120 എന്നുള്ളത്. മുമ്പ് 150 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് മാറിയപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറഞ്ഞു, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടൈം കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, കോംപ്രഹെൻസീവ് ടൈപ്പാണ്. അതായത് നമുക്കൊരു പാസേജ് തന്നിട്ട് അത് വിശകലനം ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ്. കുറച്ച് കാഠിന്യമുള്ള എക്സാമാണ്. രാജ്യത്ത് ഈ മേഖലയിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ടഫും ആയിട്ടുള്ള ഒരു എക്സാമാണ് ഈ ക്ലാറ്റ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ മോഡലാണ് പരീക്ഷ. അതിൽ കവർ ചെയ്യുന്ന മേഖലകൾ ടോപ്പിക്സ് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ എക്സാമിന് ചോദിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 26 യൂണിവേഴ്സിറ്റികൾ, നാഷണൽ യൂണിവേഴ്സിറ്റികൾ, അതിന്റെ ഡീറ്റെയിൽസ് ആണ്. NLSIU ബാംഗ്ലൂർ, നെൽസാർ ഹൈദരാബാദ്, NLIU ഭോപ്പാൽ, WBN-UJS കൊൽക്കത്ത, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അതിന്റെ ലിസ്റ്റാണ് ഇത്. ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പിന്നീട് ബന്ധപ്പെട്ടാണ്. അതില് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന അവിടെ കൊടുക്കുന്ന കോഴ്സുകളാണ്, പല വെറൈറ്റി ഓഫ് കോഴ്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിഗ്രി പഠനത്തോടൊപ്പം, അതായത് BA, BCom, BA, BBA, BSc ഒക്കെ ഉണ്ട്. ക്ലാറ്റ് എക്സാമിന് ഇതിപ്പോ നമ്മുടെ അൻവർ സാറ് കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തതാണ്.
ക്ലാറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പുതിയ 2026 ഓഫ്ലൈൻ എക്സാം ഡേറ്റ് December 7, 2025. അതായത് 2026 എക്സാമാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പരസ്യം നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചതാണ്, ഇതെന്താ ഇപ്പൊ നടത്തുന്നത്, പിന്നെ ഇത് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചോദിച്ചത്. കാരണം നമ്മുടെ മനസ്സിൽ ഇതാണുള്ളത്. +2 SLC കഴിഞ്ഞാൽ പിന്നെ +2 കഴിഞ്ഞ് മാർച്ചിൽ പരീക്ഷ നടക്കും. ഇനി ഏപ്രിൽ മുതൽ മെയ്യിൽ റിസൾട്ട് വരും. റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് അടുത്ത ഈ വരുന്ന പിന്നെ അക്കാഡമിക് ഇയറിലേക്കുള്ള കോഴ്സുകൾ എന്താണെന്ന് അപ്പോഴാണ് ആലോചിക്കുക, എന്തിനു പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ. ഇതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികൾ +2 കഴിയുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യും, നാഷണൽ തലത്തിലുള്ള മിക്ക യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ മിക്ക പ്രോഗ്രാമുകളും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലത് എക്സാമേ കഴിഞ്ഞിട്ടുണ്ടാവും. ഏപ്രിൽ മെയ് സമയങ്ങളിലാണ് പലതിന്റെയും എക്സാമുകളൊക്കെ ഉണ്ടാകുക. ചിലതൊക്കെ മുമ്പത്തെ വർഷം തന്നെ, അതായത് 2026 എക്സാമാണ് ഇപ്പോൾ 2025 ഡിസംബർ 7 നടക്കുന്നത്. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി എക്സാമും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ ഡിസംബറിലാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ ഒരു വർഷം അവിടെ നഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ അവയർനെസ് ഉണ്ടാക്കേണ്ടതാണ്. ഇതിപ്പോ December 7 പരീക്ഷ നടക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. August 1 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈനാണ്. നമുക്ക് പിന്നെ ഇപ്പൊ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് October 31 വരുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. August, September, October 3 മാസമുണ്ട്. പക്ഷെ നമ്മൾ പലരും October 30 ഇതിന്റെ പിന്നാലെ നടക്കുക. അതും പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 4000. ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഈ ക്ലാറ്റിന് നമ്മുടെ സാധാരണ പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള കുട്ടികൾക്ക് പിന്നെ പിന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ അവിടെ എത്താതിരിക്കുന്നതിന്റെ കാരണം ഇതാലോചിച്ചിട്ടാണ്. അപ്ലിക്കേഷൻ ഫീ 4000 രൂപയാണ് വരുന്നത്. SC/STക്ക് 3500 വരുന്നുണ്ട്. SC/ST OBC. അപ്പൊ ഈ 4000 രൂപ ഒക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുമോ ഇല്ലയോ, കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പലരും പിന്നോട്ടടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പൊ അതിന് വളരെ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു പൈസ ആയിട്ട് പിന്നെ മാറൂല. കാരണം നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി അറ്റൻഡ് ചെയ്താൽ മതി. അതിനുള്ള പ്രിപ്പറേഷൻ നടത്താം. പിന്നെ മറ്റൊരു എൻട്രൻസ് ആണ് NLU ഡൽഹിയിലേക്കുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാറ്റിൽ NLU ഡൽഹി പങ്കെടുക്കുന്നില്ല. അവര് സെപ്പറേറ്റ് ILET എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്, ILET എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എക്സാം കൂടിയാണ്, ടെസ്റ്റ് കൂടിയാണ് അവര് പിന്നെ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അവര് ഓഫർ ചെയ്യുന്നത് 5 year BLLB ഓണേഴ്സ് ഡിഗ്രിയാണ്. അതുപോലെ LLM ഡിഗ്രി ഉണ്ട്, 1 year LLM ഡിഗ്രി ഉണ്ട്. PhD പ്രോഗ്രാമും NLU ഡൽഹി നടത്തുന്നുണ്ട്. NIRF റാങ്ക് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. അത് രാജ്യത്തെ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള സ്ഥാപനങ്ങളെ റാങ്കിങ് നടത്തുക. അത് കോമൺ ആയിട്ടുള്ള റാങ്കിങ് ഉണ്ട്, സെപ്പറേറ്റ് സ്കൂൾ വൈസ് ആയിട്ടുള്ള റാങ്കിങ് ഉണ്ട്. ഇപ്പോൾ ലോ സ്കൂൾസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ാമത്തെ റാങ്കിങ് ആണ് NLU ഡൽഹി വരുന്നത്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. പിന്നെ അതിന് മാത്രമുള്ള മികവും ആ സ്ഥാപനത്തിനുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളത്. NAC A ഗ്രേഡ് അക്രഡിറ്റേഷൻ ഉണ്ട്. പ്ലേസ്മെന്റ് ഉയർന്ന പ്ലേസ്മെന്റ് ആണ്. അതായത് കോഴ്സ് കഴിയുന്നതോടുകൂടി പിന്നെ നമുക്ക് പ്ലേസ്മെന്റ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കുറവുള്ള ഒരു ഫീൽഡാണ് ഈ ലോ ഫീൽഡ്, ലോ ഗ്രാജുവേഷൻ പറയുന്നത്. പക്ഷേ നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അധികവും പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഹയർ റേറ്റുള്ള ഒരു സ്ഥാപനമാണ്, പ്ലേസ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് NLU ഡൽഹി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 15-20 ലക്ഷമൊക്കെ സ്റ്റാർട്ടിങ് സാലറി തന്നെ കിട്ടുന്നുണ്ട് പെർ ഇയറിൽ. ആ രീതിയിലാണ് അവിടെ പ്ലേസ്മെന്റ്. കൂടുതലും കോർപ്പറേറ്റ് കമ്പനികളാണ്
അവിടെ കൊണ്ടുപോകുന്നത്. സാധാരണ നമുക്കറിയാം ഒരു ലോ ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ 2, 3, 4 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പിന്നെ ഏർണിങ്സ് കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ വിദ്യാർത്ഥി കുറച്ച് കഴിവൊക്കെയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം റുപ്യൊക്കെ ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എമിനന്റ് ലോയേഴ്സ് എക്സ്പേർട്സ് ആണ് അവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ സെഷൻസും അവരുടെ ഉണ്ടാവും. പിന്നെ റിസർച്ച് ഓറിയന്റഡ് ആണ്, പ്രാക്ടിക്കൽ ഫ്രെയിംഡ് ക്ലാസ്സസ് ആണ്. ഇന്റേൺഷിപ്പ് നടത്താൻ പറ്റുന്നത് മികച്ച ലോ സ്ഥാപനങ്ങളിലാണ്. ഈവൻ സുപ്രീം കോടതിയിൽ വരെ ഇന്റേൺഷിപ്പ് നടത്താൻ പറ്റും. പിന്നെ അതിനുള്ള സംവിധാനമുണ്ട്, ഡൽഹിയിലാണല്ലോ. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുറത്തുനിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. പുറത്തുനിന്ന് പഠിച്ചവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് കടമകളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് NLU ഡൽഹി നടത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഇന്റർനാഷണൽ മുഡ് കോർട്ട് വിന്നേഴ്സ്. പല വർഷങ്ങളിലും ഇന്റർനാഷണലി നടത്തുന്ന മുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു മോക്കെന്നല്ല, ഒരു ട്രയൽ, ഒരു മത്സരമാണ്. കോടതി കേസ് വിചാരണ ഒരു മത്സരമാണ് ഈ മുഡ് കോർട്ട് എന്ന് പറയുന്നത്. അത് ഇന്റർനാഷണൽ തലത്തിൽ എല്ലാ വർഷവും NLU ഡൽഹിയിൽ നിന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് സെമിനാറുകൾ, പിന്നെ മറ്റ് മത്സരങ്ങള്, പിന്നെ പ്രോഗ്രാംസ്, ഇതിനൊക്കെ എവിടെ അബ്രോഡിൽ നടക്കുന്നത്, പുറത്ത് നടക്കുന്ന UK-ലും US-ലും ഓസ്ട്രേലിയയിലൊക്കെ സ്ഥിരമായിട്ട് NLU ഡൽഹിയിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വിന്നേഴ്സ് ആകുകയും ചെയ്യുന്നുണ്ട്. ഈ NLU IELTS എഴുതാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഇക്വാലന്റ് എക്സാമിന് 45% ആണ്. BA LLB ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ടോട്ടൽ സീറ്റ്സ് 110 ആണ്. 10 സീറ്റ് NRI. ഫീസ് കുറച്ച് കൂടും. അത് നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിംഗ് സാലറി തന്നെ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മേലെ കിട്ടും. അപ്പൊ അതിനുള്ളൊരു ഫീസും അവിടെ ഉണ്ട്. ഏതാണ്ട് ഒരു 3 ലക്ഷം റുപ്യ അറൗണ്ട് ഫീസ് പെർ ഇയറിൽ. മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് പറയാം. പിന്നെ എക്സാം പാറ്റേൺ ആണ്, MCQ 2 hours എക്സാം ആണ്. പിന്നെ 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്സ്, 2 hours. പിന്നെ അത് എക്സാം സെന്റേഴ്സ് ആയിട്ട് കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചിയും ലഭ്യമാണ്. ടോട്ടൽ സീറ്റ്സ് 110. ഹലോ 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 ആ സാറേ, ബ്രേക്ക് ആവുന്നുണ്ട് താങ്കളെ വോയിസേ. കേൾക്കുന്നില്ല? കേക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ബ്രേക്കായി വരുന്നുണ്ട് അടുത്ത്. ഇപ്പോഴും ഇപ്പോഴും ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമല്ലാണോന്ന് അറിയില്ല, ഞാൻ ചാറ്റിൽ ഇട്ടിരുന്നു. എന്നിട്ട് യാസീൻ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? കുഴപ്പമില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. അതെ മാഷെ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ബ്രേക്ക് ആവുന്നൊന്നുമില്ല. ഇല്ല, ഓക്കെയാണ്. ബ്രേക്ക് ഇല്ലല്ലോ. സാറിന് ഫോണൊന്നും ചെക്ക് ചെയ്യോ? നിങ്ങൾ ഇഷ്യൂസ് ആയിരിക്കും. കേൾക്കുന്നുണ്ട്, നന്നായി കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ NLU ഡൽഹിയുടെ IELTS എക്സാമിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 2026 പ്രോഗ്രാമാണ്. പക്ഷെ എക്സാം നടക്കുന്നത് 2025 ഈ വർഷം ഡിസംബർ 14 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഡേറ്റ് November 10. അപ്പൊ ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ പിന്നെ നമ്മുടെ സർക്കിളിൽ അറിയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ പറഞ്ഞത് നാഷണൽ തലത്തിലുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇനി കേരളത്തിലെ കോളേജുകളിലേക്ക്, ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. KLEE, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. കേരളത്തിലെ 4 ഗവൺമെന്റ് കോളേജുകളിലേക്കും അതുപോലെ ഇവിടെയുള്ള മറ്റ് ഏതാണ്ട് ഒരു 10-30ഓളം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. 28-29ഓളം ഇപ്പം നിലവിലുണ്ട്. ഇനിയും അഫിലിയേഷൻ കാത്ത് കിടക്കുന്ന ഏതാനും കോളേജുകളുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കിട്ടിയ കോളേജുകളുണ്ട്. അപ്പൊ അത് കൂടി ഒരു അറൗണ്ട് 10-30 കോളേജുകൾ വരും. ഈ കോളേജുകളിലേക്കുള്ള മെറിറ്റ് സീറ്റിലേക്കും
അതുപോലെ 4 ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള മുഴുവൻ സീറ്റുകളിലേക്കും ഈ ക്ലീ വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്ലീയില് 2 സ്ട്രീമുണ്ട്. 5 ഇയർ LLB ഉണ്ട്, 3 ഇയർ LLB ഉണ്ട്. ഇതിൽ 5 ഇയർ LLBന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 45% +2 കിട്ടണം. 3 ഇയർ LLBക്ക് ആണെങ്കിൽ ഡിഗ്രി വിത്ത് 45 മാർക്സ്. ഇനി സ്ട്രീമിൽ പാസ്സായവർക്ക് ഇതിന് അറ്റൻഡ് ചെയ്യാം. SC/STക്ക് പിന്നെ 40%. അതുപോലെ 4 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്. അതുപോലെ 29ഓളം 30ഓളം സർട്ടിഫിക്കറ്റ് കോളേജുണ്ട്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് CE ആണ്, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരള. 2 മണിക്കൂർ എക്സാം MCQ ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അത്ലറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്. 120 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കുണ്ട്. 3 മാർക്ക്, പിന്നെ 1 മാർക്ക് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. -1 മാർക്ക് പിന്നെ ആൻസർ. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ce-kerala.gov.in. ഇത് ഏതാണ്ട് പിന്നെ കോൾ ഫോർ ചെയ്യാൻ മാർച്ച് ഏപ്രിലൊക്കെ ആ സമയത്താണ് പിന്നെ കോൾ ഫോർ ചെയ്യാൻ സമയമുണ്ട്. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് BA LLB ആണ്. 4 സ്ഥലത്തും 4 രീതിയിലാണ് ഉള്ളത്. അതിൽ കോഴിക്കോടും തൃശ്ശൂരും മാത്രമാണ് BBA LLB കൊടുക്കുന്നത്. പിന്നെ GLC തിരുവനന്തപുരം ആണെങ്കിൽ BA LLB ആണ്, ആർട്സ് ആണ് വരുന്നത്. പിന്നെ എറണാകുളം GLCയിലാണെങ്കിൽ BCom LLB ആണ്. അവിടെ തിരുവനന്തപുരം GLCയിൽ 120 സീറ്റുകളുണ്ട്. എറണാകുളത്ത് 60 സീറ്റ്, തൃശ്ശൂർ 60 സീറ്റ്, കോഴിക്കോട് 120 സീറ്റ്, 2 ബാച്ചാണ്. ഇനി 3 ഇയർ LLB ആണെങ്കിൽ GLC തിരുവനന്തപുരം 60 സീറ്റ്. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ഇതിലുണ്ട്. BA LLB BCom LLB എല്ലാം 3 ഇയർ LLBക്ക് അത് മാത്രമേ ഉള്ളൂ, സ്പെഷ്യലൈസേഷൻ ഇല്ല. മാത്രമേ ഉള്ളൂ. ചെറിയൊരു മിസ്റ്റേക്ക്. പിന്നെ GLC തിരുവനന്തപുരം 60 സീറ്റ് 3 ഇയർ LLBക്കാണ്. GLC എറണാകുളം 120 സീറ്റ്, തൃശ്ശൂർ 120, കോഴിക്കോട് 120. ഇങ്ങനെയാണ് അതിന്റെ ഒരു സീറ്റിന്റെ ഒരു പാറ്റേൺ. ഇത് കൂടാതെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് സെന്ററിൽ, അതുപോലെ MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലീഗൽ തോട്ട്സ്, പിന്നെ ഇവരൊക്കെ ഇവരുടേതായ കോഴ്സുകൾ നടന്നുണ്ട്. അത് അവരുടെ എൻട്രൻസ് ആണ്, അതുവഴിയാണ് അഡ്മിഷൻ. പിന്നെ LLM PG കോഴ്സുകൾ നടന്നത് 4 ഗവൺമെന്റ് കോളേജുകളിലും PG കോഴ്സുകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. തിരുവനന്തപുരത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ക്രിമിനൽ ലോ, ക്രിമിനോളജി, പീനോളജി സ്പെഷ്യലൈസേഷനിൽ 15 സീറ്റുകൾ, എറണാകുളം 15 സീറ്റ്, തൃശ്ശൂർ 10 സീറ്റ്, കോഴിക്കോട് 15 സീറ്റ്. ഇനി മറ്റൊരു പിന്നെ എൻട്രൻസ് എക്സാം ആണ് CUET. നമുക്ക് ഈ ലോ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ക്ലാറ്റും ക്ലിയും ഒന്നും എഴുതാത്തവരാണെങ്കിൽ നമുക്ക് CUET വഴിയും പോകാം. അതിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് ഇതുവഴി അഡ്മിഷൻ കിട്ടാം. കേരളത്തിൽ ഒരു കോളേജ് എല്ലാവർക്കും അറിയായിരിക്കും, കാസർഗോഡുള്ള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ്. പക്ഷെ അവിടെ ഡിഗ്രി കോഴ്സ് കൊടുക്കുന്നില്ല. ഈ LLBയിൽ ഡിഗ്രി കോഴ്സ് അവിടെ ഇല്ല, PG കോഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കൊടുക്കുന്നത് BA LLB, BBA LLB, BCom LLB, ഇത്രയും സ്ട്രീമുകളിലേക്കാണ് ഈ എൻട്രൻസ് കൂടെ അഡ്മിഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് രാജ്യത്തുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടാം. അതിൽ ഒന്നാമത് വരുന്നത് NLSIU, ബാംഗ്ലൂരുവിലുള്ള നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പഴയ കോളേജാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് NLSIU. അത് NIRF റാങ്ക് 1 ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനമാണ് ഈ മേഖലയിൽ. മോസ്റ്റ് പ്രസ്റ്റീജിയസ് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യസ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയും കൂടിയാണ്, ഫസ്റ്റ് ലോ യൂണിവേഴ്സിറ്റിയാണ് NLSIU. പിന്നെ 87 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെയാണ്: ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടും, കൊളാബറേഷൻ വിത്ത് ടോപ്പ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ്, ഹാർവാർഡ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ മുഡ് കോർട്ട് കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആണ്.
പിന്നെ റിസർച്ച് കോൺഫറൻസ് അബ്രോഡ് നടത്തുന്ന ഇതൊക്കെ പങ്കാളിത്തമുണ്ട്. പിന്നെ അവിടെ ഓഫർ ചെയ്തിട്ടുള്ള കോഴ്സുകൾ BA LLB ഹോണേഴ്സ് 5 years ഇന്റഗ്രേറ്റഡ്, LLM 1 year, PhD ഡോക്ടറൽ പ്രോഗ്രാംസ്, പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള, പിന്നെ ചില ഓൺലൈൻ കോഴ്സുകളുണ്ട്, PG ഡിപ്ലോമ കോഴ്സുകൾ. ഇത്രയും കോഴ്സുകളാണ് NLSIU ബാംഗ്ലൂർ ഓഫർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. നേരത്തെ പറഞ്ഞു എയ്ലറ്റ് ടെസ്റ്റ് വഴി ആണ് അവര് പിന്നെ അഡ്മിഷൻ നടക്കുന്നത്. 2008 സ്ഥാപിച്ചതാണ്. അതുപോലെ അവിടെ ചില ഫീച്ചേഴ്സ് ആണ്. പിന്നെ റിസർച്ച്, ഇവിടെ കുറച്ച് റിസർച്ച് സെന്റേഴ്സ് അവർ വേറെ തന്നെ പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, പോളിസി ആൻഡ് ഗവർണൻസ്, സെന്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ ഗവർണൻസ്, പ്രോജക്ട് 39A, ക്രിമിനൽ ജസ്റ്റിസ് റിഫോംസ്, ഡെത്ത് പെനാൽറ്റി റിസർച്ച് സെന്റർ, സെന്റർ ഫോർ എൻവയോൺമെന്റ് ലോ പോളിസി ആൻഡ് റിസർച്ച്, സെന്റർ ഫോർ ഇന്നോവേഷൻ, IP ആൻഡ് കോമ്പറ്റീഷൻ. IP എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അവിടെയും നൽകുന്നത് കോഴ്സുകൾ നേരത്തെ പറഞ്ഞ കോഴ്സുകളാണ്. പിന്നെ കോഴ്സുകൾ, അതുപോലെ PG കോഴ്സുകളുണ്ട്, എല്ലാം ഡോക്ടർ കോഴ്സ്, PhD പ്രോഗ്രാംസും ലഭ്യമാണ്. മറ്റൊന്നാണ് നെൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഹൈദരാബാദ്. റാങ്കിങ്ങിൽ 3ാമത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസിനാണ് അവിടെ പിന്നെ പോപ്പുലർ ആയിട്ടുള്ളത്. അവിടുത്തെ സബ് സെന്ററുകളാണ് സെന്റർ ഫോർ ലീഗൽ ഫിലോസഫി ആൻഡ് ജസ്റ്റിസ് എഡ്യൂക്കേഷൻ, സെന്റർ ഫോർ എയർ ആൻഡ് സ്പേസ് ലോ, സെന്റർ ഫോർ ട്രൈബൽ ലാൻഡ് റൈറ്റ്സ്. അവിടെ കൊടുക്കുന്ന കോഴ്സുകൾ BA LLB, LLM, PhD LLD പ്രോഗ്രാംസ്, PG ഡിപ്ലോമ ഓൺലൈൻ കോഴ്സുകൾ. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജൂറിഡിക്കൽ സയൻസ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ജോധ്പൂർ, അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കാര്യമായി പറയേണ്ട സ്ഥാപനങ്ങളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അലഹാബാദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി സ്കൂൾ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ. അത് IIT ഖരഗ്പൂരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. IIT ആദ്യമായിട്ട് ലോ പിന്നെ ഗ്രാജുവേഷൻ നൽകുന്ന സ്ഥാപനമാണ് IIT. സ്ഥാപനമല്ല, IIT ആണ്, IIT ഖരഗ്പൂർ. ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ILI ന്യൂഡൽഹി. പിന്നെ ഇത്രയൊക്കെ ഈ ലിസ്റ്റിൽ പിന്നെയും വരുന്നുണ്ട്. പിന്നെ അതിൽ വരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിംബയോസിസ് ലോ സ്കൂൾസ് പൂനെ, ടോപ്പ് പ്രൈവറ്റ് ലോ സ്കൂൾ / സിംബയോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇതിലൊക്കെ അവരുടേതായ അഡ്മിഷൻ ടെസ്റ്റുകൾ വഴിയാണ് പ്രവേശനം കൊടുക്കുന്നത്. ജിൻഡാൽ ഗ്ലോബൽ സ്കൂൾ, ഇത് രണ്ടെണ്ണമാണ് ടോപ്പിലുള്ളത്. പിന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, നിർമ്മ യൂണിവേഴ്സിറ്റി, NMIMS മുംബൈ, കല്യാണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി, പിന്നെ MS കാമിയ കോളേജ്, കുറെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു NIRF റാങ്കിങ്, അതിൽ വരുന്ന സ്ഥാപനങ്ങൾ 1, 2, 3 അതുപോലെ ക്രമത്തിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങൾ വരുന്ന കോളേജുകളാണ്. അതിൽ വരുന്ന അവരുടേതായ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, ചെറുത് ക്ലാറ്റ് വഴിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്, സമയം കുറവാണ്. ഫേമസ് ഇന്ത്യൻ ലോയേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റഡിഡ് അറ്റ്, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വക്കീലന്മാർ അവർ പഠിച്ച സ്ഥാപനങ്ങളാണ്. നമുക്കൊരു ധാരണ ഉണ്ട്, പിന്നെ ഈ വലിയ വക്കീലന്മാരൊക്കെ വലിയ സ്ഥാപനങ്ങളാണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെയാണ് പഠിച്ചത്. പാലിയസ് നൽകാൻ പഠിച്ചത് GLC മുംബൈ ആണ്. അത് നമ്മുടെ സാധാരണ കേരളത്തിലുള്ള GLCകൾ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ഥാപനമാണ് GLC മുംബൈ. കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അക്കാഡമിക്കലി. അങ്ങനത്തെ അത്തരം സ്ഥാപനങ്ങളിലാണ് പല പിന്നെ ജഡ്ജിമാരും അതുപോലെ ഒക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫേമസ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്, ഗാന്ധി മുതൽ അംബേദ്കർ മുതൽ നെഹ്റു, കണ്ണികൾ നമുക്കറിയാവുന്ന പലരും ലോ ഗ്രാജുവേറ്റ്സ് ആണ്. പലരും വിദേശത്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ BTech LLB സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BTech LLB കൊടുക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂൺ, ശാരദ യൂണിവേഴ്സിറ്റി ഗ്രേറ്റർ നോയിഡ, ശോഭിത് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മീററ്റ്,
ഗാന്ധി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, IFFI ഫൗണ്ടേഷൻ ഹൈദരാബാദ്, അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡ, ഇവരൊക്കെ 6 year ബിടെക് LLB ആണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഇന്റഗ്രേറ്റഡ് LLB എന്ന് പറയുന്നത് 5 year LLB ആയിരുന്നു. ഇത് ബിടെക് പിന്നെ ടെക്നോളജിയും ലോവും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് 6 years എടുക്കും. പിന്നെ അതുപോലെ മറ്റൊരു പിന്നെ സ്ട്രീമാണ് BSW LLB. BSW LLB കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഗുജറാത്ത് നാഷണൽ യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ, സൂറത്ത്, സൗരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഗുജറാത്ത്, ഗുജറാത്ത് യൂണിവേഴ്സിറ്റി സൗരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഗുജറാത്ത് പറയുന്നത്, ഗുജറാത്ത് യൂണിവേഴ്സിറ്റിന്റെ, അതുപോലെ HNG യൂണിവേഴ്സിറ്റി ഗുജറാത്ത്, അധികവും ഗുജറാത്തിലാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പോപ്പുലർ സ്ഥാപനമാണ് കുസാറ്റ്, കേരളത്തിലുള്ള സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കുസാറ്റിന്റെ. അവിടെ BBA LLB, BCom LLB, BSc LLB ഇങ്ങനെ 3 സ്ട്രീമിലായിട്ട് 5 year LLB പിന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ടോട്ടൽ 85 സീറ്റ്സ് ആണ്. അവരുടെ പ്രത്യേക കുസാറ്റ് കാറ്റ് വഴിയാണ് പിന്നെ നിയമനം, അഡ്മിഷൻ. എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഇക്വാലന്റ് BBA, അതിൽ 2 പിന്നെ കാറ്റഗറി ആയിട്ടാണ്. BBA LLB, BCom LLBക്ക് +2 ഇക്വാലന്റ് 60% ഫോർ സയൻസ് സ്റ്റുഡൻസ്, 55% ഫോർ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ആർട്സ് സ്റ്റുഡൻസ്. അതായത് +2 സയൻസ് കഴിഞ്ഞവർക്ക് 60% മാർക്ക് വേണം, മറ്റുള്ളവർക്ക് 55% മാർക്ക് വേണം. അത് BBA LLB അല്ലെങ്കിൽ BCom LLB എടുക്കാം. ഇനി BSc LLB എടുക്കാൻ 65% മാർക്ക് വേണം +2 ഇക്വാലന്റ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മാത്സിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് 50% മാർക്ക് സെപ്പറേറ്റ് ഉണ്ടാകും. അതിൽ കുസാറ്റിന്റെ എൻട്രൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. 2 പാർട്ടാണുള്ളത്. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പിന്നെ ഫീ സ്ട്രക്ചർ വരുന്നത് 30,000 പെർ സെമ്മം. BSc LLBക്ക് 31,500. കുസാറ്റിൽ 3 year LLB കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 40 സീറ്റ്സ് ആണ്. അതിന് പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BCA റെക്കഗ്നീഷൻ, അതായത് ബാർ കൗൺസിലിന്റെ റെക്കഗ്നീഷൻ ഇല്ല. ബാർ കൗൺസിലിന്റെ റെക്കഗ്നീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അക്കാഡമിക് പർപ്പസ് മാത്രമാണ് അത്. പിന്നെ അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി 50% മാർക്കാണ്. പിന്നെ അതിന്റെ 2 പാർട്ട് ക്വസ്റ്റ്യൻസ്. അതിൽ PG കുസാറ്റ് PG കൊടുക്കുന്നുണ്ട്. LLM 2 years ആണ്. 2 years PG ആണ് കൊടുക്കുന്നത്. ടോട്ടൽ 36 ആണ് സ്പെഷ്യലൈസേഷൻ. അതിൽ ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് LLB പ്രവേശനം കിട്ടുക. പിന്നെ LLB വിത്ത് PhD എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, 5 yearsന്റെ. IT ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയിൽ 5 സീറ്റാണ് അതിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ARF ബാങ്ക്, എല്ലാ സ്ഥാപനങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് ഈ ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. ജഡ്ജസ് എങ്ങനെ ആവാൻ പറ്റും, രാജ്യത്തെ കോടതികളിൽ ജഡ്ജ് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് എന്നാണ് പരിശീലിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്തുള്ള കോടതി സിസ്റ്റം പറ്റി ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഹൈക്കോടതി, പിന്നെ സെഷൻസ് കോർട്ട്, സബ് കോർട്ട്, CJM, പിന്നെ എന്നൊക്കെ പറയാം. ഇതെന്താണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്? ഈ രീതിയിലാണ് വരുന്നത്. സിവിൽ കോർട്ടിൽ വരുന്നത്, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ബേസിക് കോർട്ട് എന്ന് പറയുന്നത് മുൻസിഫ് കോർട്ടാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും മുൻസിഫ് കോർട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ സബ് കോർട്ട്, പിന്നെ ജില്ലാ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി. അതുപോലെ ക്രിമിനൽ ആണെങ്കിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടാണ്. നേരത്തെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ നിലവിലില്ല. പിന്നുള്ളത് ആദ്യം വരുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, പിന്നെ വരുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CJM, പിന്നെ അസിസ്റ്റന്റ് സെഷൻസ് കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോടതി. സെഷൻസ് കോർട്ടും ഡിസ്ട്രിക്ട് കോർട്ടും ഒരേ തുല്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംവിധാനം വന്നിട്ടുണ്ട്, ഗ്രാമന്യായാലയം എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയാണെങ്കിൽ കുന്നുമലുണ്ട്, താമരശ്ശേരി ഉണ്ട്, അങ്ങനെ 2-3 സ്ഥലത്തുണ്ട്. പിന്നെ അപ്പൊ അവിടെ അത് ആക്ച്വലി അത് സിവിൽ കേസാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ
ചില രീതിയിലുള്ള ചെറിയ ക്രിമിനൽ കേസുകളൊക്കെ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരു ജഡ്ജി ആവണമെങ്കിൽ 2 തരം എക്സാമുകളാണുള്ളത്. ഒന്ന് ലോവർ ജുഡീഷ്യൽ സർവീസ് ടെസ്റ്റ്, രണ്ടാമത്തത് ഹയർ ജുഡീഷ്യൽ സർവീസ് ടെസ്റ്റ്. ഈ ലോവർ ജുഡീഷ്യൽ സർവീസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഭിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ്, അതായത് നേരത്തെ പറഞ്ഞ ഏറ്റവും ലോവർ കോർട്ടായിട്ടുള്ള മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ടിലേക്കാണ് ഫസ്റ്റ് നിയമനം കിട്ടുക. അത് ലോവർ ജുഡീഷ്യൽ സർവീസ് എക്സാം വഴിയാണ് കിട്ടുക. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് LLB ആണ്. LLM ഉള്ളവർക്കും പിന്നെ പോകാം. LLB കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എഴുതാം. പക്ഷെ നേരത്തെ LLB കഴിഞ്ഞ ഉടൻ തന്നെ ഈ ടെസ്റ്റ് എഴുതായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ മാസം ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അമെന്റ്മെന്റ് അല്ല, സുപ്രീം കോർട്ട് റൂളാണ്. പിന്നെ 3 years ഓഫ് കോർട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. 2025 മെയ്യിൽ വന്ന ഉത്തരവാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നെ ജഡ്ജിമാരുടെ നിലവാരമില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിന് അടുത്താണ് ഇതൊരു ഉത്തരവ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഹയർ ജുഡീഷ്യൽ സർവീസ് ആണ്. ഹയർ ജുഡീഷ്യൽ സർവീസിൽ 7 years ഓഫ് കോർട്ട് എക്സ്പീരിയൻസ് വേണം, നേരത്തെ ഉള്ളതാണ്. പിന്നെ LLB ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് നേരിട്ട് ജില്ലാ ജഡ്ജിയായിട്ടാണ്, സെഷൻസ് ജഡ്ജിയായിട്ടാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള ജുഡീഷ്യൽ സർവീസുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇനി ഹൈക്കോർട്ട് ജഡ്ജി ആവാം. എങ്ങനെയാണ് ഹൈക്കോർട്ട് ജഡ്ജി ആവണമെങ്കിൽ 2 രീതിയിൽ ആവാം. ഒന്ന് ഹയർ ജുഡീഷ്യൽ, അതായത് ജില്ലാ കോടതികളിലെ ജഡ്ജിമാരിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പ്രൊമോഷൻ കിട്ടും. പ്രൊപ്പോഷൻ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടും. രണ്ടാമതൊരു രീതി എന്ന് പറയുന്നത് സീനിയർ ഹൈക്കോർട്ട് ലോയേഴ്സിൽ നിന്ന് ഡയറക്റ്റ് നിയമനമാണ്. 10 വർഷമെങ്കിലും പ്രാക്ടീസ് ഉള്ള ഹൈക്കോർട്ട് വക്കീൽ പിന്നെ ലോയേഴ്സിൽ നിന്ന് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ്. അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്, പിന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും പിന്നെ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയിൽ ഇതുപോലെ തന്നെയാണ്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഫ്രം ഹൈക്കോർട്ട് ജഡ്ജിമാർ സീനിയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. രണ്ടാമത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സുപ്രീം കോടതിയിൽ 10 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ലോയേഴ്സിൽ നിന്ന് ഡയറക്റ്റ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കും. ഇങ്ങനെയാണ് പിന്നെ അതിന്റെ ഒരു ജഡ്ജിമാരാവാനുള്ള ഒരു യോഗ്യത എന്നുള്ളത്. പിന്നെ വിട്ടുപോയ ചില കാര്യങ്ങൾ ഷോർട്ട് ടേം കോഴ്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു അക്കാഡമിക് പർപ്പസിന് അല്ലെങ്കിൽ ഒരു മറ്റ് റെഗുലർ ആയിട്ടല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അത് കുറവാണ്, കൂടുതലും പുറത്താണല്ലോ. നാഷണൽ യൂണിവേഴ്സിറ്റികളൊക്കെ അത് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ കോഴ്സുകളുണ്ട്, 3 months മുതലുള്ള കോഴ്സുകളുണ്ട്, 3 months, 6 months, 1 year വരെയുള്ള കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്. പിന്നെ ഇതിൽ സ്കോളർഷിപ്പുകൾ പിന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ സെൻട്രൽ സ്കോളർഷിപ്പ് പോലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഏജൻസികൾ, പല ഫൗണ്ടേഷൻസും, ടാറ്റ ഫൗണ്ടേഷൻസ് പോലുള്ള പല ഫൗണ്ടേഷൻസും ട്രസ്റ്റുകളൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള. പിന്നെ IDB, ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ആണ്. പീപ്പിൾസ് ഫൗണ്ടേഷന് ഇപ്പോൾ അവർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്. അത് കോഴിക്കോട് ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ്. അപ്പൊ അതിൽ ക്ലാറ്റ് അല്ലെങ്കിൽ ILET അതുപോലുള്ള എൻട്രൻസ് എക്സാമുകൾ പാസ്സായിട്ടുള്ളവർക്കാണ്, പാസ്സായിട്ടുള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. പിന്നെ മറ്റൊരു സംവിധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി. അത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. ഞാൻ ഈ നിയമമേഖല പറയുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഉള്ള സംവിധാനമാണ്. ഒരു സൗജന്യ നിയമസഹായം നൽകുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദ്ദേശം. അത് ജില്ലാ ജഡ്ജി ഈ തലത്തിലുള്ള ഒരു ജഡ്ജിന്റെ ചെയർമാൻഷിപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് എല്ലാ ജില്ലകളിലും അതിന് പിന്നെ ഓഫീസുകളും സംവിധാനങ്ങളും. പിന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വകാര്യ ഏജൻസിയാണ് ജസ്റ്റീഷ്യ എന്ന് പറയുന്നത്. ജസ്റ്റീഷ്യ നേരത്തെ കോച്ചിങ് ഒക്കെ കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട് കുട്ടികൾക്ക്, എൻട്രൻസ് കോച്ചിങ്ങിന്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ നിയമമേഖലയുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾക്കൊക്കെ അവരെ സമീപിക്കാമെന്നാണ് ജസ്റ്റീഷ്യ. കോഴിക്കോടാൻ തോന്നുന്നത് അതിന്റെ ഓഫീസ്. ഡീറ്റെയിൽസ് പിന്നീട് ബന്ധപ്പെട്ട തരുന്നതാണ്. ഇത്രയാണ് ഇത് സംബന്ധിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ സമയം കൂടി ബാക്കിയുള്ളൂ.
പിന്നെ ഡൗട്ട്സ് ഞാൻ മാത്രമല്ല എനിക്കറിയാത്തത് ഇവിടെ മറ്റ് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്.